ഈ ജിമ്മിൽ കൂടാതെ ഏറ്റവും കൂടുതൽ പേർ കുഴഞ്ഞു വീണ് വരിക്കുന്നത് എപ്പോഴാണ്? ബാഡ്മിൻ്റൺ കളിക്കിടയിലാണ്. കോമ്പറ്റീറ്റീവ് സ്പോർട്സിൻ്റെ ഇടയിലും കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ധാരാളമാണ്. ഹൃദയം കൂടുതൽ ഇടിക്കുക എന്നുള്ളത് ഒരു നോർമൽ കാര്യമാണ്. പക്ഷേ താളം തെറ്റിയിടിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഇപ്പോൾ സ്ത്രീകളിൽ ഒരാൾ ജിമ്മിൽ പോവുകയാണ് എന്നുള്ളത് തന്നെ അത്ര ഒരു വെൽക്കം ഗെസ്റ്ററായിട്ടല്ല പലപ്പോഴും കാണാറുള്ളത്. 100% തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഒരു വ്യായാമ രീതി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു. ഗോൾഡൻ അവറിനുള്ളിൽ എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് പോകാനാണെങ്കിൽ എത്രയാണ് ആ സമയം? നമ്മൾ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? ഒരു സാധാരണ ഹൈസ്കൂൾ വിദ്യാർത്ഥി മുതൽ, ഹൈസ്കൂൾ തന്നെ വേണമെന്നില്ല, ഇവൻ UP വിദ്യാർത്ഥിക്ക് വരെ നിസ്സാരമായിട്ട് പഠിക്കാവുന്നൊരു ജീവൻ രക്ഷാ മാർഗം തന്നെയാണ് CPR എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകളിലേക്ക് അത് എത്താത്തതെന്നാണ്? ഒരു പൊതു സ്ഥലത്ത് വെച്ച് അത് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ജാള്യതയാവാം അതിനൊരു കാരണം. അപ്പം കൃത്യമായ ഒരു അവബോധമുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഹൃദയാരോഗ്യമാണ് കഴിഞ്ഞ കുറേ നാളുകളെ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളേറെക്കുറെ ആശങ്കയിലാഴ്ത്തിയിട്ടുള്ളതും. ഇന്ന് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അനിൽ ബാലചന്ദ്രനാണ് നമ്മുടെ കൂടെ ചേരുന്നത്. അദ്ദേഹത്തോട് കൂടുതൽ വിശദാംശങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പം ഒരു 3 പോയിന്റ് പറയാം. ഡോക്ടർക്ക് വളരെ ഫെമിലിയറാണ്. നമ്മളെപ്പോഴും കഴിഞ്ഞ കുറച്ച് നാളുകളായി കേൾക്കുന്നത് 10-20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. ജിമ്മിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സ്ഥിരമായി കേൾക്കുന്ന വാർത്തകളിലെ പ്രധാനപ്പെട്ട ക്യാച്ച് ആയിട്ടുള്ള 3 പോയിൻറ്റ്സാണ്. ഇത് എണ്ണം കൂടുന്നതാണോ അതോ യഥാർത്ഥത്തിൽ ഇത്രയും നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇനി എണ്ണം കൂടുന്നതാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നൊക്കെയാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത്. ഒരു ഹൃദ്രോഗ വിദഗ്ധൻ എന്ന രീതിയിൽ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്നൊരു ചോദ്യം ഇതായിരിക്കാം. എന്നാൽ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ അതേക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്ക് കൂടുതലാണ്. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് കോവിഡ് കാലഘട്ടത്തെയാണ്. കാരണം കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ വീടുകളിൽ ചുരുങ്ങിക്കൂടിയപ്പോൾ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ കൂടുതൽ അറിയാനും അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാനും ഒക്കെ തുടങ്ങിയതുകൊണ്ടാണ് ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നതും. പിന്നെ അതിൽ വേറൊരു ഭാഗമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം ആളുകൾ എക്സസൈസിന് പോയി തുടങ്ങി. അങ്ങനെയും നമ്മൾ കാണണം. അതിൻ്റെ ഒരു നല്ല വശമാണ് അത്. ഒരു സാധാരണക്കാരൻ്റെ ആംഗിളിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടുള്ള മിടിപ്പ് വ്യത്യാസങ്ങളും തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരു തർക്കവും വേണ്ട. ഹൃദയാഘാതവും താളമെടുപ്പ്, ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടുള്ള ഹൃദയത്തിൻ്റെ താളമെടുപ്പുകൾ, അരിത്മിയ എന്ന് പറയും. താളക്രമം തെറ്റുക എന്ന് പറയാം. ഹൃദയത്തിൻ്റെ താളക്രമം തെറ്റുക. അതിൽ തന്നെ വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ. ഹൃദയം വിറച്ചുകൊണ്ടിരിക്കുകയാണ്, പമ്പിങ് നടക്കുന്നില്ല. ഹൃദയം ഒരു പമ്പെന്ന നിലയിൽ പരാജയപ്പെട്ട് വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് രണ്ട് അവസ്ഥയാണ്. ഹൃദയസ്തംഭനം വേറെ, ഇപ്പം ഈ പറഞ്ഞ അവസ്ഥ. ഈ ഹൃദയത്തിൻ്റെ താളക്രമം തെറ്റുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സാധാരണഗതിയിൽ ഒരു എക്സസൈസ് ചെയ്യുന്നു, ഒരു കാർഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഹൃദയമിടിപ്പ് കൂടിയ, അങ്ങനത്തെ ഉള്ളൊരു താളക്രമം മാറലാണോ അതോ ഇതെങ്ങനെയാണ്? നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ സാധാരണയായും നമുക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം എന്താണ്? നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, ശ്വാസോച്ഛ്വാസം വേഗതയിലാവും. അത് ചെയ്യുന്ന എന്തിനാണ്? നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പല ഗ്രൂപ്പ് ഓഫ് മസിലുകൾ ആക്റ്റീവ് ആയിരിക്കും. അവിടേക്ക് എക്സ്ട്രാ ബ്ലഡ് എത്തിക്കണം. അതിന് ഹൃദയം ചെയ്യാവുന്ന കാര്യം എന്താണ്? കൂടുതൽ വേഗത്തിൽ പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയം കൂടുതൽ ഇടിക്കുക എന്നുള്ളത് ഒരു നോർമൽ കാര്യമാണ്. പക്ഷേ താളം തെറ്റിയിടിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ പ്രശ്നം വരുന്നത്. അത് സാധാരണയായി വരുന്നത് ഒരു സാധാരണക്കാരൻ അറിയേണ്ടത് ഒരു ഹൃദയാഘാതത്തിന് ഭാഗമായിട്ടാണ്. അത് കൂടാതെയും വരാം ഈ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് എന്ന് പറയും, അതായത് ഹൃദയത്തിൻ്റെ അറകളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. പക്ഷേ ഒരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കുകയും അത് തടയാനായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നത് ഹൃദയാഘാതവും മിടിപ്പ് വ്യത്യാസവും ബന്ധപ്പെട്ട് മാത്രമാണ്. ഇപ്പം ഇതിന് തന്നെ രണ്ടാമതൊരു വെർഷൻ കൂടിയുണ്ട്. നമ്മൾ ജിമ്മിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ പേപ്പർ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴായിട്ട് നമ്മൾ സ്പോർട്സ് പേജിൽ കാണുന്നൊരു വാർത്ത എന്താണ്? ഫുട്ബോളിനിടെ കുഴഞ്ഞു വീണ്. നമ്മുടെ നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ജിമ്മിൽ കൂടാതെ ഏറ്റവും കൂടുതൽ പേർ കുഴഞ്ഞു വീണ് വരിക്കുന്നത് എപ്പോഴാണ്? ബാഡ്മിൻ്റൺ കളിക്കിടയിലാണ്.
അപ്പോൾ കോമ്പറ്റീറ്റീവ് സ്പോർട്സിൻ്റെ ഇടയിലും കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ധാരാളമാണ്. ഈ കോമ്പറ്റീറ്റീവ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല, കോമ്പറ്റീറ്റീവ് സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാമെന്ന് വെച്ചോളൂ. നമ്മളൊരു മാനസിക ഉല്ലാസത്തിനും കളിക്കാം, പക്ഷേ മത്സര ബുദ്ധിയോടെയും കളിക്കാം. രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ അതിലിടുന്ന ഒരു 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 ആയാസത്തിനും നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന എനർജിക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതുമായിട്ട് തീരെ പരിചിതമല്ല, ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഹൃദയം പ്രതികരിക്കും. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ, ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ മുതലായ കാര്യങ്ങളിൽ ഈ ഹൃദയാഘാതത്തോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്ന ഒരു കാര്യമാണ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പത്തി എന്ന് പറയും. അതായത് ഹാർട്ടിൻ്റെ ഭിത്തികൾക്ക് കട്ടി കൂടുന്നൊരവസ്ഥയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്നുള്ള ഒരു എക്സസൈസ് വരുമ്പോൾ ഹൃദയം നിന്ന് പോകുന്നൊരവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷനിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. മിക്ക ഫുട്ബോൾ കളിക്കാർക്കും ബാഡ്മിൻ്റൺ കളിക്കാർക്കും നല്ലൊരു ശതമാനം ആൾക്കാർക്കും ചെറുപ്രായത്തിൽ പെട്ടെന്നുള്ള മരണത്തിന് ഒരു കാരണം ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ആവാം. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് കൊണ്ടാണോ ഞാൻ ചോദിക്കുന്നത്, ഇതിന് മുൻപ് ഒരു ലക്ഷണങ്ങളും കാണിച്ചില്ല പെട്ടെന്നാണ് മരിച്ചതെന്നൊക്കെ ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുമ്പം അത് തീരെ ചെറിയ പ്രായമായതുകൊണ്ടാണോ, അതോ നമ്മളിപ്പം ഈ ഇങ്ങനത്തെയുള്ള ആക്സിഡൻറ്റ്സ് കൂടി വരുമ്പം നമ്മൾ നമ്മുടെ ഒരു ചെക്ക് ചെയ്യേണ്ട ലിമിറ്റ് കുറേ നാളൊക്കെ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് 40 വയസ്സിന് ശേഷം ഒരു മിഡ് ഏജ് എന്നുള്ള കണക്കിനാണ്. പക്ഷേ ഇപ്പോൾ ചെറിയ പ്രായത്തിലേക്ക് മരണം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ ചെക്കപ്പൊക്കെ നമ്മൾ എത്ര മുന്നേ കൊണ്ടുവരണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ഹാർട്ടിൻ്റെ മിടിപ്പ് വ്യത്യാസം, ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടല്ല അല്ലാതെയുള്ള മിടിപ്പ് വ്യത്യാസം, അല്ലെങ്കിൽ ജനിതകമായ മാറ്റങ്ങൾ കൊണ്ടുള്ള മിടിപ്പ് വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഒരു സാധാരണക്കാരനിൽ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് താരതമ്യേന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പറയാറുള്ള കാര്യം എന്താ വെച്ചാൽ, ഹൈ റിസ്ക് ഉള്ള ആളുകൾ ആരാണ്? അതായത് സ്വന്തം കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഹൃദയാഘാതം വന്നവർ, ഒന്നുകിൽ ഹൃദയാഘാതം മൂലമുള്ള മരണമുള്ളവർ, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ച ആളുകൾ കുടുംബത്തിലുള്ളവർ, അങ്ങനെയുള്ളവർ ഒരു എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണും ഉള്ള മരണമൊക്കെ ഉള്ളവരിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർട്ടിൻ്റെ ഭിത്തിക്കുണ്ടാകുന്ന ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി അതൊരു എക്കോ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനൊരു സ്ക്രീനിങ് നടത്താം. മൂന്നാമതായിട്ട് കോമ്പറ്റീറ്റീവ് സ്പോർട്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മത്സരബുദ്ധിയോടെയുള്ള ഇപ്പോൾ ഫുട്ബോൾ ആവട്ടെ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ആവട്ടെ, അങ്ങനെ എന്ത് മത്സരബുദ്ധിയോടെയുള്ള ഒരു മത്സരത്തിന് പോകുന്നവർക്കും ഒരു സ്ക്രീനിങ് പറ്റുമെങ്കിൽ ചെയ്താൽ നന്നായിരിക്കും. ഡോക്ടർ, ഈ മത്സരബുദ്ധിയോടുകൂടിയുള്ള സ്പോർട്സിനെ പറ്റി പറയുമ്പം ഈ ഓണവും അതുപോലെയുള്ള നമ്മുടെ ഇത്തരം ആഘോഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം മരണം, എനിക്ക് തോന്നുന്നു ഈ വർഷം ഭാഗ്യവശാൽ അങ്ങനെ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വടംവലിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചതും വള്ളം കളിക്കിടെ മരിച്ചതും ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ. ഞാൻ ഒരർത്ഥത്തിൽ ഈ കാര്യം ഞാൻ അടുത്തതായി പറയാൻ നിൽക്കുകയായിരുന്നു. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വർഷം തന്നെ. അത് നമ്മളുടെ തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ ഒരു ദൗർഭാഗ്യവശാൽ ഒരാൾക്ക് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. അവിടെയാണ് നമ്മളുടെ അടുത്ത ഭാഗം വരുന്നത്. നമ്മൾ ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും പയ്യെ തിന്നാം പനിയും തിന്നാമെന്നുള്ളതാണ്. നമ്മൾ പഴഞ്ചൊല്ല് പറയാറുണ്ട്, നിത്യാഭ്യാസി ആനയെ എടുക്കും. അത് സത്യമാണ്. പക്ഷേ നമ്മൾ അതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നിത്യാഭ്യാസിക്ക് ആനയെ എടുക്കാൻ സാധിക്കൂ. ആദ്യ ദിവസത്തെ അഭ്യാസിക്ക് അത് എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതരുത്. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ആ ഒരു പാട്ടിൻ്റെയും താളത്തിൻ്റെയും ഈണത്തിൽ പ്രത്യേകിച്ച് പ്രാക്ടീസ് ഇല്ലാതെയോ പെട്ടെന്നുള്ള ഒരു എക്സസൈസിലേക്ക് പോയപ്പോഴായിരിക്കാം അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചത്. അതൊരു ഹൃദയാഘാതത്തിലേക്ക് നയിച്ചതുമാവാം. അപ്പോൾ ഏതൊരു എക്സസൈസിനും ഓരോരോ പടിപടിയായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. എക്സസൈസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞങ്ങളെ മാതിരിയുള്ളവരൊക്കെ യൂട്യൂബൊക്കെ കണ്ടിട്ട് സുംബ പോലെയൊക്കെ കുറച്ച് എളുപ്പമാണല്ലോ, പുറത്തൊന്നും പോയി ചെയ്യണ്ടല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനത്തെ ഒരു അരമണിക്കൂർ പരിപാടിയൊക്കെ ചെയ്ത് നോക്കാമെന്ന് കരുതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഹൃദയതാളം മാറുന്നു എന്നൊരു ഫീൽ വരുമ്പം പ്രത്യേകിച്ച് നമ്മളിതിനെപ്പറ്റിയൊക്കെ കുറച്ചൊരു അവെയറായ സ്ഥിതിക്ക് ടെൻഷനാവും. നമ്മളത് ഒന്ന് നിർത്തി പോസ് ചെയ്ത് ഒന്ന് നോർമലായിട്ട് വീണ്ടും തുടങ്ങാം എന്നൊക്കെ കരുതാറുണ്ട്. അപ്പം ഇപ്പോൾ ഒരു 40+ നിൽക്കുന്ന അല്ലെങ്കിൽ മേ ബി ഒരു മെനപ്പോസിലേക്കൊക്കെ നിൽക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിൽ
അവർക്കും പറയുമല്ലോ ഈസ്ട്രജൻ സപ്പോർട്ട് കുറയുവാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. എങ്ങനെയാണ് അവരുടെ ഒരു ആരോഗ്യ അവസ്ഥയുമായി കണക്ട് ചെയ്ത് നമ്മൾ ഇതിനെ കാണേണ്ടത്? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, സ്ത്രീകൾ പ്രത്യേകിച്ചും ഒരു പക്ഷേ ആരോഗ്യത്തെ പറ്റിയും വ്യായാമത്തെ പറ്റിയും സ്വയവും ബാക്കിയുള്ളവരും വിസ്മരിച്ചു പോകുന്ന ഒരു വിഭാഗം തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകളിൽ ഒരാൾ ജിമ്മിൽ പോവുകയാണ് എന്നുള്ളത് തന്നെ അത്ര ഒരു വെൽക്കം ഗെസ്റ്ററായിട്ടല്ല പലപ്പോഴും കാണാറുള്ളത്. 100% തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു 40 വയസ്സ് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മെനോപോസ് എല്ലാം കഴിയുമ്പോൾ, നല്ലൊരു മസിൽ സ്ട്രെങ്ത് അത്യാവശ്യമുള്ളൊരു വിഭാഗം തന്നെയാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ആ ഒരു നല്ലൊരു എക്സസൈസ് റെജീം അല്ലെങ്കിൽ ഒരു വ്യായാമ രീതി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു. പക്ഷേ ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു PT ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു PT ഒക്കെ വെച്ച് എടുക്കാനുള്ളൊരു സാമ്പത്തികമോ അല്ലെങ്കിൽ ഒരു അവയർനെസ് ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നോർമലി ഈ പറയുന്ന ഒരു ഹൃദയമെടുപ്പ് കൂടുന്നു, ഭീകരമായി വേർക്കുന്നു എന്നൊക്കെയുള്ള കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ, അതോ നമ്മളതിന് മുൻപ് ഈ മെനപ്പോസൊക്കെ ആണ് അല്ലെങ്കിൽ പെരിമെനപ്പോസൽ ഏജിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ചെക്കപ്പ് നടത്തിയിട്ട് സ്ത്രീകളും അതിൽ ഉറപ്പായിട്ടും? ഇപ്പോൾ നമ്മുടെ വിവരങ്ങളെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലോ മറ്റോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എക്യുപ്മെൻ്റ് ഉള്ളതും എക്യുപ്മെൻ്റ് ഇല്ലാത്തതുമായിട്ടുള്ള, ആദ്യമായി എക്സസൈസ് കൊടുക്കുന്ന ആൾക്കാർക്കുള്ളവർ, കുറച്ച് എക്സസൈസ് ചെയ്യുന്നവർക്കുള്ളത്, അങ്ങനെയുള്ള ധാരാളം എക്സസൈസ് പാറ്റേണുകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ചെയ്യുന്ന ആളുകൾ കാലങ്ങളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ എക്സസൈസിൽ നമ്മളത് ചെയ്യാൻ നേരം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി, നമ്മളെ ശരീരമായിട്ടൊരു മൽപ്പിടുത്തം ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഈ അരമണിക്കൂറിൻ്റെ എക്സസൈസ് ചെയ്യാൻ നേരം ചിലപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തളർന്നിരിക്കും. നമുക്കിപ്പോൾ ആരുടെയും നിന്നും മെഡൽ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ, അന്ന് തളർന്നിരുന്നോട്ടെ. പക്ഷേ 10 ദിവസം തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ ഉറപ്പായിട്ടും എത്താൻ സാധിക്കും. അത് അവർ പല എക്സസൈസ്, ഇപ്പോൾ പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എക്സസൈസ് പാറ്റേണിൽ 2 തരം എക്സസൈസുകൾ കാണാം. ഒന്ന് ഒരു കായിക ശേഷി നോർമലായിട്ടുള്ള ഒരാൾക്കുള്ളതുണ്ടാവും, കുറവുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ലോ ഇൻറ്റൻസിറ്റി എക്സസൈസും അവർ സൈഡ് ബൈ സൈഡ് കാണിക്കും. അപ്പോൾ 5 എക്സസൈസുകൾ നമ്മൾ സാധാരണ പോലെ ചെയ്തു, നമുക്ക് ക്ഷീണം തോന്നിയെന്നുണ്ടെങ്കിൽ ആ കുറച്ച് ലോ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. ഇനി അഥവാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ നേരം ഇടയ്ക്കൊന്ന് നിർത്തി കുറച്ച് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഹാർട്ടിന് ഒരു ചെറിയൊരു വിശ്രമം കൊടുക്കുന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. 2 കാര്യങ്ങളുണ്ട്. മാക്സിമം ഹാർട്ട് റേറ്റ് റെസ്പോൺസ് എന്ന് പറയും. നമ്മളൊരാൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആരോഗ്യപരമായി ഹൃദയമിടിപ്പ് എത്ര വരെ പോകാം, അതും നമ്മുടെ നെറ്റിൽ തപ്പിയാൽ അതിനെപ്പറ്റിയുള്ള എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ലഭ്യമാണ്. രണ്ടാമത്തെ കാര്യമുണ്ട്, നമ്മൾ എക്സസൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് റിക്കവറി, അതായത് നമുക്കിപ്പോൾ എൻ്റെ പ്രായത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് ഒരു 150 വരെ പോകാം എന്നാണ് ആരോഗ്യപരമായിട്ടുള്ള എൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് 150 വരെ പോകാമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യാൻ നേരം 150 വരെ പോയ എൻ്റെ ഹൃദയമിടിപ്പ് സാധാരണയായിട്ടുള്ള എൻ്റെ ഹൃദയമിടിപ്പായ 60-65 എത്താനുള്ളൊരു സമയം, അതിനെ ഹാർട്ട് റേറ്റ് റിക്കവറി എന്ന് പറയും. അതും പ്രധാനമാണ്. ചിലർക്ക് ചിലപ്പോൾ അത് പെട്ടെന്നാവും, സാധാരണ ഒരു മിനിറ്റിനകം തന്നെ ഒരു സാധാരണ ആൾക്ക് ഹാർട്ട് റേറ്റ് റിക്കവറി വരും. പക്ഷെ അത് കൂടുതലുള്ളവർ, പ്രത്യേകിച്ച് ഷുഗറുള്ളവർ, പ്രഷറുള്ളവർ, കായികക്ഷമത കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഒരു 1 എന്നുള്ളത് ഒരു 3-4 മിനിറ്റ് ആയിരിക്കും. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഈ 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ നേരെ പോയി അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. ആവശ്യത്തിന് റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ശരിയാകുന്നില്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് പോസ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് തന്നെയാണ് ബെറ്റർ. തീർച്ചയായിട്ടും. അല്ലാതെ ഒറ്റയടിക്ക് ഡോക്ടർ പറഞ്ഞ പോലെ സ്ക്രീനിൽ കാണുന്ന ആളുടെ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് നമ്മൾ മൽപ്പിടുത്തം അല്ലെങ്കിൽ വാശി പിടിക്കുന്ന കാര്യത്തിനോട് ഒരു ദുരഭിമാനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഗോൾഡൻ അവർ എന്നുള്ള ഒരു ടൈമിനെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, CPRനെ പറ്റി പറയാറുണ്ട്. ഇപ്പോൾ CPR നമ്മളിൽ എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം പേർക്കും ഇപ്പോഴും അത്ര ധാരണയുള്ള കാര്യമല്ല. ഗോൾഡൻ അവറിനുള്ളിൽ എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് പോകാനാണെങ്കിൽ എത്രയാണ് ആ സമയം, നമ്മൾ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണെങ്കിലും കുഴഞ്ഞു വീണത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും. ഞാൻ ഇതിലത്തെ രണ്ടാമത്തെ ഭാഗത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. നമ്മുടെ കുട്ടിക്കാലത്ത്, ഞാൻ ഇപ്പോഴത്തെ ജനറേഷനല്ല, 90കളുടെ ജനറേഷനാണെന്ന് കൂട്ടും. ആ കാലഘട്ടത്തിൽ ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്താണ്? സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം,
നമ്മുടെ അച്ഛനമ്മമാർ പറയുന്നൊരു കാര്യമാണ് നീന്താൻ പഠിക്കണം, കാരണം അതൊരു ലൈഫ് സ്കില്ലാണ് അല്ലേ. പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളൊരു കാര്യമാണ്, ഇതെല്ലാം സൈക്കിൾ ഓടിക്കാൻ പഠിക്കണമെന്നുള്ളതും നീന്താൻ പഠിക്കണമെന്നുള്ളതും നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നിർബന്ധമായും സ്കൂൾ തലത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് CPR അറിഞ്ഞിരിക്കുക എന്നുള്ളത്. കാരണം ഒരു ചെറിയൊരു കാര്യം പഠിക്കണതിലൂടെ നിങ്ങൾ മറ്റൊരാൾക്ക് ഉണ്ടാക്കുന്ന വ്യത്യാസം ജീവനും മരണവും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ്. ഒരു സാധാരണ ഹൈസ്കൂൾ വിദ്യാർത്ഥി മുതൽ, ഹൈസ്കൂൾ തന്നെ വേണമെന്നില്ല, ഈവൻ UP വിദ്യാർത്ഥിക്ക് വരെ നിസ്സാരമായിട്ട് പഠിക്കാവുന്നൊരു ജീവൻ രക്ഷാ മാർഗം തന്നെയാണ് CPR എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ 3 പെൺകുട്ടികൾ CPR കൊടുത്ത് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും ഒരു 8ാം ക്ലാസ്സുകാരനോ മറ്റോ CPR കിട്ടാത്തത് കൊണ്ട് മരിച്ചുപോയ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ കണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകളിലേക്ക് അത് എത്താത്തതെന്നാണ് ഡോക്ടർ കരുതുന്നത്? ഒരു പക്ഷേ അതിനെപ്പറ്റിയുള്ള അവബോധം കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ CPR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരാളുടെ മുകളിൽ നെഞ്ചിൽ 2 കൈകളും അമർത്തുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ കാർഡിയാക് കംപ്രഷൻ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കംപ്രഷൻ ഓൺലി CPR എന്ന് പറയും. അതായത് ഹൃദയം എന്നുള്ള പമ്പ് നിൽക്കുമ്പോൾ പുറമേ നിന്നും നമ്മൾ മസാജ് ചെയ്തുകൊണ്ട് പമ്പിങ് നടത്തുക, അതാണ് ഈ CPRൻ്റെ ശാസ്ത്രീയ വശം. അപ്പോൾ ഒരു പൊതു സ്ഥലത്ത് വെച്ച് അത് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ജാള്യതയാവാം അതിനൊരു കാരണം. അപ്പോൾ കൃത്യമായ ഒരു അവബോധമുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ആ കാര്യത്തിൽ. കാരണം കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഞാൻ തമിഴ്നാട്ടിലുള്ള ഒരു ഓൾ ഇന്ത്യ മീറ്റിങ്ങിൽ തമിഴ്നാട്ടിലൊരു ഡോക്ടർ പറയുകയുണ്ടായി. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ മുമ്പിലുള്ള വലിയൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അദ്ദേഹം ഈ CPR പഠിപ്പിച്ചു. 6 മാസത്തിനുള്ളിൽ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് പോയ ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ യാത്രക്കാരന് ഹൃദയാഘാതമുണ്ടായപ്പോൾ CPR ചെയ്ത് രക്ഷിച്ച് അതേ ആശുപത്രിയിൽ കൊണ്ടുവന്ന ഒരു കാര്യം പറയുണ്ടായി. തീർച്ചയായിട്ടും അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇത് ആർക്കും പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമകളിലെല്ലാം CPR പറ്റി പറയുമെങ്കിലും അതിൽ 90% കൃത്യമായ രീതിയിലല്ല. അതെ, നമുക്കതിനെപ്പറ്റി എന്തോ ഒരു ധാരണയേ ഉള്ളൂ. ഡോക്ടർ വിട്ടുപോയതാന്ന് തോന്നുന്നു ഗോൾഡൻ അവറിൻ്റെ ആ ഒരു, നമുക്ക് ഓക്സിജനേഷൻ ഇല്ലാതെ കുഴഞ്ഞു വീണ ഒരു അവസ്ഥയിൽ, കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന പമ്പ് നിലയ്ക്കുന്നു, ശരീരത്തിൽ എവിടേക്കും ബ്ലഡ് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്രയും നേരത്തെ നമുക്ക് CPR തുടങ്ങാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ ആ ഒരു സമയമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് നേരത്തെ തുടങ്ങിയാൽ അത്രയും ആ രോഗിക്കോ അല്ലെങ്കിൽ അയാൾക്കോ ഉണ്ടാക്കാവുന്ന ഡാമേജ് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഡോക്ടർ, ഇപ്പോൾ കുഴഞ്ഞു വീണ് ഒരുപക്ഷെ മരിച്ചോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ സാധ്യതയുള്ളൊരവസ്ഥയിൽ ഒരു പേഷ്യൻ്റ് വന്ന് ഒരുപക്ഷെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഡോക്ടർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ അവരുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെയുള്ളതായിരിക്കാം, നമുക്കും ഇങ്ങനെയുള്ളൊരു അപകട സാധ്യതയുണ്ടോ, നമ്മൾ എന്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ള രീതിക്ക്. അപ്പോൾ ഈ പാരമ്പര്യം എന്ന് പറഞ്ഞ സാധനം ഡോക്ടർ ഓൾറെഡി പറഞ്ഞു. ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, ഒരു 20 വയസ്സുള്ള ഒരു കുട്ടി മുതൽ ഇന്നത്തെ കാലത്ത് ഹൃദയാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഡോക്ടറിൻ്റെ ഒരു എക്സ്പെർട്ട് അഡ്വൈസ്? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടിയിട്ടുള്ള ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്നുള്ള അസുഖമായിരുന്നു. 20 വയസ്സുള്ളൊരു കുട്ടി കുഴഞ്ഞു വീണ് വരുന്നു, നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കുന്നു, എക്കോ ചെയ്ത് നോക്കുമ്പോൾ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ കൂടെ ഒരു സ്ക്രീനിങ് എക്കോ ടെസ്റ്റിന് വിധേയനാക്കുക എന്നുള്ളതാണ് കാര്യം. ഓക്കെ.